തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ രോഗി മരിച്ചതായി ആരോപണം. കൊല്ലം പന്മന സ്വദേശിയായ വേണുവാണ് മരിച്ചത്. മെഡിക്കൽ കോളേജിൽ നിന്ന് നേരിട്ട ദുരനുഭവം സുഹൃത്തിന് ശബ്ദ സന്ദേശത്തിലൂടെ അയച്ചതിന് പിന്നാലെയാണ് വേണു മരണത്തിന് കീഴടങ്ങുന്നത്. ആൻജിയോഗ്രാം ചെയ്യുന്നതിനായിരുന്നു വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയത്. എന്നാൽ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് വേണു ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. നെഞ്ചുവേദനയെ തുടർന്ന് ചവറ പ്രാഥമിക ആശുപത്രിയിലായിരുന്നു വേണു ആദ്യം ചികിത്സ തേടിയത്. പിന്നാലെ ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടി. അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യണമെന്നായിരുന്നു ജില്ലാ ആശുപത്രിയിൽ നിന്നും അറിയിച്ചത്. തുടർന്ന് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഇദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇന്നലെ രാത്രിയാണ് വേണു മരിക്കുന്നത്. സുഹൃത്തിന് ശബ്ദ സന്ദേശം അയച്ച മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് വേണു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ ഉന്നയിക്കുന്നത്. ആശുപത്രിയിൽ എന്തെങ്കിലും കാര്യത്തെപ്പറ്റി ആരോടെങ്കിലും ചോദിച്ചാൽ ഒരക്ഷരം പോലും മിണ്ടില്ലെന്നാണ് വേണു പറയുന്നത്. നായയെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അവർ തിരിഞ്ഞു നോക്കില്ല, മറുപടി പറയില്ല. കൈക്കൂലിയുടെ കേന്ദ്രമാണതെന്നും വേണു ആരോപിക്കുന്നുണ്ട്. എമർജൻസി ആൻജിയോഗ്രാം ചെയ്യാൻ വെള്ളിയാഴ്ച താൻ ഇവിടെ എത്തിയതാണ്. എന്നാൽ 5 ദിവസമായിട്ടും തിരിഞ്ഞുപോലും നോക്കിയില്ല. റൗണ്ട്സിനിടെ പരിശോധിക്കാനെത്തിയ ഡോക്ടറോട് എപ്പോഴാണ് ശസ്ത്രക്രിയ നടത്തുന്നതെന്ന് ചോദിച്ചിരുന്നു. എന്നാൽ അവർക്കിതിനെപ്പറ്റി യാതൊരു ധാരണയുമില്ല. കൈക്കൂലിക്ക് വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ലെന്നും വേണു പറയുന്നുണ്ട്. സാധാരണക്കാരുടെ ആശ്രയമാകേണ്ടതാണ് മെഡിക്കൽ കോളേജുകൾ. എന്നാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് രോഗികളുടെ ശാപം പേറുന്ന പറുദീസയാണ്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇക്കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കണമെന്നും വേണു ശബ്ദ സന്ദേശത്തിൽ സുഹൃത്തിനോട് പറയുന്നുണ്ട്.